ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് MMPC 003 ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന കോഴ്സിൻ്റെ ഭാഗമായുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതിലെ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജൂൺ മാസത്തിലുണ്ടായ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഏതെല്ലാം തരത്തിലുള്ളതാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, സാധാരണ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഏതൊക്കെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ള അതിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏതാണ് അതിലെ പ്രധാനപ്പെട്ട കോഴ്സ്, MMPC 003, അങ്ങനെ ഏത് കോഴ്സാണോ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കോഡ് നമ്പറും അവിടെ എഴുതിയിട്ടുണ്ടാവും. മാത്രമല്ല സാധാരണ നടക്കാറ് 3 മണിക്കൂറത്തേക്കാണ് പരീക്ഷ നടക്കാറ്. അതുപോലെ തന്നെ 100 മാർക്കാണ് ഈ പറയുന്ന പരീക്ഷകൾക്കുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു 5 ചോദ്യം, കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ എഴുതുക. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള, അതായത് 20 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ എഴുതുക. 20 × 5 100 മാർക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതിയുള്ളത്. ചില സമയങ്ങളിൽ 8 ചോദ്യങ്ങൾ കാണാറുണ്ട്. ഈ വർഷത്തെ ഈ പറയുന്ന 2025 ജൂൺ മാസത്തിലുണ്ടായ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ 7 ചോദ്യങ്ങളാണ് അതിനകത്ത് കാണുന്നത്. 7ാമത്തെ ചോദ്യത്തിന് എന്തുണ്ട്, ഉപചോദ്യങ്ങളുണ്ട്. 2 പാർട്ട് എന്നുള്ള അർത്ഥത്തിൽ അതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 7 ചോദ്യങ്ങളോ 8 ചോദ്യങ്ങളോ തന്നുകൊണ്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ എഴുതാനാണ് സാധാരണ പറയാറ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഓരോ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഗിവിങ് എക്സാമ്പിൾസ്. അതായത് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്താണ്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബിസിനസ് എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ മാത്രമല്ല, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അഫക്റ്റ് ദ ഓപ്പറേഷൻസ്, പെർഫോമൻസ്, ഡിസിഷൻ മേക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെല്ലാം തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ, അത് ഇൻറ്റേർണലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ എക്സ്റ്റേണലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള മുഴുവൻ സാധ്യതകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധ്യതകളെയും ഉൾക്കൊള്ളുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ആ ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതുണ്ട്. ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ മൈക്രോ എൻവയോൺമെൻറ്റ് എന്നുള്ളത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്? ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള എൻവയോൺമെൻറ്റാണ്. ഒരു ഓർഗനൈസേഷൻ്റെ വാല്യൂ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൾച്ചർ, അവരുടെ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്, മാനേജർ, അതിന് താഴെ ആരാ വരുന്നത് എന്നൊക്കെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഓരോ സവിശേഷമായിട്ടുള്ള ഓർഗനൈസേഷനും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഓരോ സവിശേഷമായിട്ടുള്ള ഓർഗനൈസേഷൻ്റെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ നാച്ചർ, അതിനെയാണ് നമ്മൾ അവരുടെ ഫിലോസഫി അല്ലെങ്കിൽ അവരുടെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ വിഷൻ എന്നൊക്കെ പറയുന്ന സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻറ്റേർണൽ എന്ന് വിളിക്കുന്നത്. ഫാക്ടേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻസ് കൺട്രോൾ. അതെന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷന് വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻസ് കൺട്രോൾ, അത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ആ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഓർഗനൈസേഷന് മാറാനേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ എക്സ്റ്റേണൽ കാര്യങ്ങളെ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് അഫക്റ്റിംഗ് ദാറ്റ് ബിസിനസ് ഡയറക്ട്ലി. അതായത് ഒരു കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, അതുപോലെ തന്നെ വെൻഡേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ്, ഏജൻസ് എന്നൊക്കെ പറയുന്ന ബിസിനസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ ബിസിനസ്സിൻ്റെ ആൾക്കാരല്ല. അവരുടെ കാര്യങ്ങൾക്കകത്ത് എന്ത് ചെയ്യാൻ, ഒരു കൺട്രോൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അവകാശവും നമുക്ക് ഉണ്ടാവില്ല. കാരണം അവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസികളാണ്, അല്ലേ? ഓക്കെ, റൈറ്റ്. ഇനി മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാലോ, ഈ പറയുന്ന ഇമ്മീഡിയറ്റ് അല്ല, അതിനേക്കാൾ കുറച്ചും കൂടി വിപുലമായിട്ടുള്ളത് ജനറൽ എൻവയോൺമെൻറ്റ് ദാറ്റ് അഫക്റ്റ് നമ്മളുടെ ബിസിനസ്സിന് മാത്രമല്ല മൊത്തത്തിലുള്ള ബിസിനസ്സിനെ. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട് എന്താണ്? പെസ്റ്റൽ എന്ന് പറയുന്ന അനാലിസിസ് ആണ്.
എന്താണ് പൊളിറ്റിക്കൽ, എക്കോണമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എക്കോളജിക്കൽ ആൻഡ് ലീഗൽ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എഴുതാനുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില രൂപങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻറ്റേർണലിൻ്റെ പ്രത്യേകത എന്താണ്? കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഓരോ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള സവിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചും കൂടി എന്താണ്, സ്റ്റേബിളാണ്. കാരണം കമ്പനിക്കകത്തുള്ള കാര്യങ്ങളാണല്ലോ, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റില്ല. നമ്മൾ വല്ലപ്പോഴും വൺസ് ഇൻ എ വൈൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളതിനെ മാറ്റുക. മാത്രമല്ല ഇത് ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യും, നമ്മളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ്, അതായത് ജോലിക്കാർ, ജീവനക്കാർ എന്ന് പറയുന്നത്, അവരുടെ ശേഷി എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്, അവരുടെ അവയർനെസ് എന്ന് പറയുന്നത് എല്ലാം ഈ പറയുന്ന ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഒരു ഓർഗനൈസേഷന് ഏതെല്ലാം തരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയുണ്ട്, അവർക്ക് എവിടെ നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന സംവിധാനങ്ങളും എന്താണ്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉദാഹരണമാണ്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഓരോ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയിയും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ബന്ധിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ ഘടന എങ്ങനെയാണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ എങ്ങനെയാണ്, ആരാണ് ഹൈറാർക്കിക്കലായിട്ട് താഴെയും മുകളിലുള്ള സബോർഡിനേറ്റ് ആരാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അതുപോലെ തന്നെ കോർപ്പറേറ്റ് കൾച്ചർ, ഓരോ ഓർഗനൈസേഷന് കൾച്ചർ ഉണ്ടാവും. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും കൾച്ചർ, ചില ഓർഗനൈസേഷന് സമയത്തിന് വരിക എന്നുള്ളതായിരിക്കും കൾച്ചർ. അങ്ങനെയുള്ള കോർപ്പറേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാല്യൂ സിസ്റ്റം, ബിലീഫ്സ്, അല്ലെങ്കിൽ ചില നോംസുകൾ, കസ്റ്റംസുകൾ, ഇതിനൊക്കെയാണ് എന്ത് വിളിക്കുക, നമ്മൾ ഇൻറ്റേർണലായിട്ടുള്ള കോർപ്പറേറ്റ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് വിളിക്കുക. എക്സ്റ്റേണൽ ആയിട്ടുള്ളതോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൺകൺട്രോളബിൾ ആണ്, എല്ലാ ബിസിനസ്സിനെയും ബാധിക്കും, വളരെ ഡൈനാമിക് ആണ്. ഇൻറ്റേർണൽ കുറച്ചും കൂടി സ്റ്റാറ്റിക് ആണ്, ഇതെന്താണ്, ഡൈനാമിക് ആണ്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്, ഇത് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് നല്ല അവസരങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മളുടെ ബിസിനസ്സിന്, നിലവിലുള്ള ബിസിനസ്സിന് വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കും. എക്കണോമിക് ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൈക്രോ ലെവലിലുള്ള എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാലോ, ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ആൻഡ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് സ്ട്രാറ്റജി. എന്തൊക്കെയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്, എങ്ങനെയാണ് സൊസൈറ്റിയും ബിസിനസ്സും തമ്മിലുള്ള റെസിപ്രോക്കൽ ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത്, ഇതിനെ വിശദീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ക്രിട്ടിക്കൽ എലമെൻറ്റ് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനെയാണ് നമ്മൾ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുക. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പോപ്പുലേഷൻ്റെ ഘടന എങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെമോഗ്രാഫിക്സ് എന്ന് വിളിക്കുക. അവിടെ എത്ര പോപ്പുലേഷൻ ഉണ്ട്, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതോ കുറേ ആൾക്കാരുണ്ടോ, ആ ആൾക്കാരുടെ ഏജ് എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏജിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ്റെ ലെവൽ എങ്ങനെയാണ്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ലെവൽ എങ്ങനെയാണെന്നുള്ളത്. ആൾക്കാർ കുറേ ഉണ്ട്, അയാളുടെ കയ്യിലൊക്കെ പൈസയുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ബിസിനസ് നടത്താൻ എളുപ്പമായിരിക്കും, കാരണം ആൾക്കാരുടെ കയ്യിലൊക്കെ പൈസയുണ്ട്. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം കൂടുതലാണ്, അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കിയ സ്വാഭാവികമായിട്ട് അവർ വാങ്ങിക്കും. ഇനിയിപ്പോൾ ആൾക്കാർ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ മൊത്തം വയസ്സായിട്ടുള്ള ആൾക്കാരാണ്, അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള സാധനങ്ങളായിരിക്കണം അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, കുറച്ചും കൂടി വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി അതല്ല, ഇന്ത്യൻ പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഏജ് 29 ഇപ്പോൾ. അപ്പോൾ ഇന്ത്യൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29, ഏകദേശം യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേണം ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എന്നാൽ ജപ്പാനിൽ പോയി കഴിഞ്ഞാലോ ഏകദേശം 45 ഒരു ആവറേജ് ഏജ്. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ചുകൂടി വയസ്സായിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രോഡക്റ്റുകളായിരിക്കണം എന്നൊക്കെ പറയുന്ന സംവിധാനം. മാത്രമല്ല കൾച്ചറൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനകത്തുള്ള കൾച്ചറൽ വാല്യൂ അല്ല, സൊസൈറ്റിക്കകത്തുള്ള ഒരു കൾച്ചറൽ വാല്യൂസ് ഉണ്ടാവും, അവരുടെ കുറേ ചിട്ടവട്ടങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൻ്റെ അകത്ത് പറയില്ലേ ഒരു മലയാളി കൾച്ചർ, ഇന്ത്യക്കകത്ത് പറയും നമ്മൾ ഇന്ത്യൻ കൾച്ചർ എന്നുള്ള അർത്ഥത്തിൽ പറയും. ഉദാഹരണത്തിന് മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യക്കകത്ത് വന്ന സമയത്ത് അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇന്ത്യയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എന്തായിരുന്നു അവരുടെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്? അവർ ബീഫ് ബർഗർ ആയിരുന്നു അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്. അതിന് പകരം ഇന്ത്യയിൽ അവർ വന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മഹാരാജ ചിക്കൻ എന്ന് പറയുന്ന ബർഗർ ആയിരുന്നു. കാരണം ഇന്ത്യയുടെ ഒരു കൾച്ചർ പൊതുവായിട്ട് എടുക്കുന്ന സമയത്ത് ബീഫിനോട് എതിർപ്പുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് പോയിട്ട് അവരുടെ എന്തുണ്ടാക്കണ്ടല്ലോ, കച്ചവടം നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്നുള്ള അജണ്ടയ്ക്കകത്താണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നോക്കൂ, നമ്മൾ ഗൾഫ് കൺട്രീസിൽ പോകുന്ന സമയത്ത് അവിടെ എന്താണ് വിശേഷപ്പെട്ട രീതിയിൽ മാംസാഹാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഹലാൽ രീതിയിൽ ഉണ്ടാക്കിയ മാംസമായിരിക്കണം അവിടെ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ നോക്കണം. മാത്രമല്ല ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്,
അതുപോലെ തന്നെ അവരുടെ ട്രഡീഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഏതൊക്കെ തരത്തിലുള്ള ആഘോഷങ്ങളാണുള്ളത്. ഇത് ചിലപ്പം മതപരമായിട്ടുള്ളതാകാം, ചിലപ്പോൾ ഒരു പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടതാകും. അപ്പോൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേറെക്കുറെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, കേരളം അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്ന ഒരു വികാരത്തെ നമ്മൾ എന്താണ് കൂട്ടി ഇണക്കുന്ന ഒരു സംവിധാനമാണ് അല്ലേ. അപ്പോൾ ആ രീതിയിലേക്കുള്ള റിലീജിയസ് ആൻഡ് നോൺ റിലീജിയസ് ആയിട്ടുള്ള കൾച്ചർപരമായിട്ടുള്ള സാധനങ്ങളുണ്ടാകും. ചിലപ്പോൾ സോഷ്യൽ നോംസുകൾ ഉണ്ടാകും. എന്താണ്, എക്സ്പെക്റ്റേഷൻ റിഗാർഡിങ് ബിസിനസ് ബിഹേവിയർ, എത്തിക്സ്, റെസ്പോൺസിബിലിറ്റി എക്സെട്ര. അതായത് ഒരു ബിസിനസ് എപ്രകാരമാണോ ഒരു സമൂഹത്തിൻ്റെ അകത്ത് നടക്കേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു സോഷ്യലായിട്ടുള്ള വികാരങ്ങളുണ്ടാവും, ചില ചിട്ടവട്ടങ്ങളുണ്ടാവും. ബിസിനസ്സൊക്കെ തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ പ്രദേശത്തെ പൊള്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ പറയും ബിസിനസ് അല്ലേ, അത് ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്, അപ്പോൾ അവർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങിക്കേണ്ടി വരും. ഈ പറയുന്ന രീതിയിലേക്കുള്ള കാഴ്ചപ്പാടും ഉണ്ടാവാം. അപ്പോൾ ഏത് രീതിയിലുള്ള കാഴ്ചപ്പാടാണെന്ന് പറയുന്നതിന് അനുസരിച്ചിരിക്കും നമ്മളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് എന്നുള്ളത്, അതായത് ഫാമിലി എങ്ങനെയാണ്, അതുപോലെ തന്നെ റിലീജിയൻ എങ്ങനെയാണ്, ആൾക്കാരുടെ വിദ്യാഭ്യാസ നില എങ്ങനെയാണ്, ആൾക്കാർക്ക് ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുമ്പോൾ അതിലുപയോഗിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കണം, നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അവയർനെസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എപ്രകാരമായിരിക്കണം, സൈനുകൾ എങ്ങനെയായിരിക്കണം, ജസ്റ്റേഴ്സുകൾ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം കാര്യങ്ങളും എന്ത് ചെയ്യും, സോഷ്യൽ എൻവയോൺമെൻ്റ് അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി സൊസൈറ്റിയും ബിസിനസ്സും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണ്, റെസിപ്രോക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അഡാപ്റ്റേഷൻ ടു സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് എക്കണോമിക് ഇമ്പാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് ഡ്രൈവ് എക്കണോമിക് ഗ്രോത്ത്, ക്രിയേറ്റ് ജോബ്സ്, കോൺട്രിബ്യൂഷൻ ടു GDP. അതായത് ഒരു ബിസിനസ് ഒരു നാട്ടിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ നാട് പതുക്കെ പുരോഗമിക്കുമെന്നുള്ളതാണ്. കാരണം ക്രയവിക്രയങ്ങൾ, ആൾക്കാർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് കൂടുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുന്നു എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ IT സെക്ടറിൽ ഇന്ത്യക്കകത്ത് എന്തുണ്ടായി, കുറേ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ IT സെക്ടർ മേഖലക്കകത്തുള്ള ഒരു ബൂമുണ്ടായി, ആൾക്കാർക്ക് കുറേ ജോലി കിട്ടി, അവരുടെയൊക്കെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു. അതിനെയാണ് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനെയാണ് നമ്മൾ എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് വിളിക്കുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാൽ ബിസിനസ്സിന് എന്തുണ്ട്, സോഷ്യൽ കൺസേൺസ് ത്രൂ CSR ചെയ്യണം എന്നുള്ളതാണ്. അതായത് ബിസിനസ് ഇങ്ങനെ കുറേ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ബിസിനസ് ഒരു സൊസൈറ്റിയുടെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ ആ റിസോഴ്സുകളോട് എത്തിക്കലി ആയിരിക്കണം ഇടപെടേണ്ടത്. ആ എത്തിക്കലി ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിയുടെ അടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം. ആ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്, CSR എന്ന് നമ്മൾ വിളിക്കുന്ന സോഷ്യൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ്സിൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇതിന് മെച്ചപ്പെട്ട ഉദാഹരണങ്ങളൊന്നാണ്. മറ്റൊന്ന് അഡാപ്റ്റേഷൻ ടു സോഷ്യൽ ചേഞ്ചസ് എന്നുള്ളതാണ്. ബിസിനസ് മസ്റ്റ് റെസ്പോൺസ് ടു ഇവോൾവിങ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ ആൻഡ് വാല്യൂസ്. എക്സാമ്പിൾ, മക്ഡൊണാൾഡ്സ് അഡോപ്റ്റിംഗ് മെനു ടു ഇന്ത്യൻ കൾച്ചർ പ്രിഫറൻസസ്, വെജിറ്റേറിയൻ, അതായത് ആലു ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് അവരുടെ ബർഗറുകൾ വന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ചിക്കൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ബർഗറുകൾ വന്നു എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലേക്കുള്ള ഒരു അഡാപ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, മണി മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചാണ്. സ്ട്രക്ചർ ഓഫ് മണി മാർക്കറ്റ് ആൻഡ് മെയിൻ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡഡ് ഇൻ മണി മാർക്കറ്റ് ആൻഡ് സബ് മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ്, ആ മണി മാർക്കറ്റിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മണി സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് കുറച്ചും കൂടി ഷോർട്ട് ടേം ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാലോ അത് കുറച്ചും കൂടി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ഷോർട്ട് ടേമിൻ്റെ അകത്ത് 1 വർഷത്തേക്ക് എന്നൊക്കെ പറയുന്ന കാലയളവിൻ്റെ ഉള്ളിലേക്ക് അടവും തിരിച്ചടവും ഒക്കെ ചെയ്യേണ്ടുന്ന പ്രോഡക്റ്റുകളെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നത്. മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നോക്കാം. ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്, RBI ആണ് അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നത്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, രാജ്യത്തിനകത്തുള്ള മണി സപ്ലൈ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതായത് റെഗുലേറ്റഡ് ബൈ സെൻട്രൽ ബാങ്ക് ആൻഡ് ഗവൺമെൻറ്. പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കാൻ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ എനിക്ക് ആരെടുത്തെങ്കിലും കടം വാങ്ങിക്കാം. കടം വാങ്ങിക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ പലിശ കൊടുക്കേണ്ടി വരും, ലോൺ എടുക്കുമ്പോഴും ഞാൻ പലിശ കൊടുക്കേണ്ടി വരും. പലിശയുടെ റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏജൻസിയിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഞാൻ മറ്റാരെങ്കിലും കടം വാങ്ങിക്കുന്ന സമയത്ത് ബ്ലേഡ് പലിശക്കാരൻ്റെ അടുത്ത് കടം വാങ്ങിക്കും, അതൊരു അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുക. ഇൻഫോർമൽ ലെൻഡിങ് ആൻഡ് ബോറോവിങ് എന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടത്. അത് രണ്ടും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് വളരെ സജീവമായിട്ടുണ്ട്.
ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഈ പറയുന്ന ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഉണ്ട്, NBFCs ഉണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതുപോലെയുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ KSFE എന്നൊക്കെ പറയുന്ന ചിട്ടികൾ അല്ലെങ്കിൽ വിവിധ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇതൊക്കെ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ അകത്തുള്ളതാണ്. ആ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒന്ന് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, മറ്റൊന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റും അവിടെയുള്ള മണി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ആൻഡ് അതർ റെഗുലേറ്ററി അതോറിറ്റീസ്, ഇപ്പോൾ IRDA എന്നൊക്കെ പറയുന്ന ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ. ഇനി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏതെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് പൈസ വാങ്ങുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ട്രഷറി ബില്ല്, അതായത് ഗവൺമെൻറ് ആയിരിക്കും ആ തരത്തിലുള്ള ബോണ്ടുകൾ എന്ത് ചെയ്യുന്നിരിക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. സാധാരണ ഇത് 91 ദിവസമോ 182 ദിവസമോ അല്ലെങ്കിൽ 364 ദിവസമോ എന്നൊക്കെ പറയുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് ഫേസ് വാല്യൂ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ട്രഷറി ബില്ല് എന്താണ് 450 രൂപയ്ക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്, മെച്യൂരിറ്റി 500 രൂപയ്ക്കായിരിക്കും. ഓക്കെ, അപ്പോൾ 450 രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 91 ദിവസം കഴിഞ്ഞാൽ എത്ര കിട്ടും? 500 രൂപ കിട്ടും. ആ 50 രൂപയാണ് എന്ത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉണ്ടാവുക. ഇനി കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതെന്താണ്? അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്സ് വിത്തിൻ 7 days to 1 year. ഇത് സാധാരണ കോർപ്പറേറ്റുകളാണ് അല്ലെങ്കിൽ കമ്പനികളാണ് ഇഷ്യൂ ചെയ്യാറ് എന്നുള്ളതാണ്. ഹൈ ഈൽഡ് ദാൻ ട്രഷറി ബിൽ ഡ്യൂ ടു ഹൈ ക്രെഡിറ്റ് റിസ്ക്. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്നുള്ളത്. അതിൻ്റെ കാലാവധി 7 ദിവസം മുതൽ 1 വർഷം വരെയാണ് സാധാരണയുള്ളത്. അതുപോലെ തന്നെ കോൾ മണി എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതുപോലെ തന്നെ ആരായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത്? കോർപ്പറേറ്റ്സുകളായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത്. പക്ഷേ ബിലോ എന്തായിരിക്കും? 14 days ആയിരിക്കും, 1 ദിവസം മുതൽ 14 ദിവസം വരെ. ഇത് ശരിക്കും കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർനൈറ്റ് 1 ദിവസത്തിന് വേണ്ടി കൊടുക്കുന്നത്. 1 ദിവസം മുതൽ 14 ദിവസം വരെ കൊടുക്കുന്നതിന് വിളിക്കുക നോട്ടീസ് മണി എന്നുള്ള അർത്ഥത്തിലാണ്. കോൾ മണി ആൻഡ് നോട്ടീസ് മണി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം, അതിനെ സെഗ്രിഗേറ്റ് ചെയ്യാം. മറ്റൊന്നാണ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ് വിത്ത് മെച്യൂരിറ്റി 7 days മുതൽ 1 വർഷം വരെയാണ്. ഇതെല്ലാം 1 വർഷത്തിൻ്റെ അകത്ത് മെച്യൂർഡ് ആകുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ്. ഉദാഹരണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ട്രേഡഡ് ഇൻ സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ഇതൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 4ാമത്തെ ചോദ്യം നോക്കൂ, ഫാം പോളിസീസ് എങ്ങനെയാണ് രാജ്യത്തിനകത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. ഫ്രെയിംവർക്ക് ആൻഡ് എവല്യൂഷൻ വിത്ത് എംഫസിസ് ഓൺ ഡൊമസ്റ്റിക് അഗ്രികൾച്ചർ പോളിസീസ് എന്നുള്ളതാണ്. എക്സാക്റ്റ് ചോദ്യം എന്താണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് evaluation of farm policies in India with a special emphasis on domestic agriculture policies. ഇന്ത്യയിലെ രാജ്യത്തിനകത്തുള്ള ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ തരത്തിലുള്ള പോളിസികളാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം മുതൽ ഏകദേശം 2020-25 കാലഘട്ടം വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 2-3 തട്ടുകളായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രീ ഇൻഡിപെൻഡൻസ് ഇറ, സ്വാതന്ത്ര്യത്തിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത്. മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 91 ശേഷമുള്ള ലിബറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇറ എന്ന് പറയുന്നത്. പിന്നെ 2010 ശേഷമുള്ള മോഡേൺ അല്ലെങ്കിൽ കണ്ടംപററി ഇറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് മുന്നേ എന്തായിരുന്ന അവസ്ഥ? ഫോക്കസസ് ഓൺ റവന്യൂ കളക്ഷൻ റാദർ ദാൻ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. അതായത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അന്ന് ബ്രിട്ടീഷുകാരും അതുപോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കൃഷിയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതിന് പകരം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുങ്കം അല്ലെങ്കിൽ നികുതി പിരിക്കുക എന്നുള്ളതായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്. ലാൻഡ് റവന്യൂ സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ക്രോപ്പുകളെ കൃഷി ചെയ്യുക എന്നുള്ളതും, തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനമാണ് അവർ കൃഷി ചെയ്യാൻ മുൻകൈ എടുക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പറയുന്നത് കുരുമുളകും ഏലവും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് പട്ടിണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആൾക്കാർക്ക് വേണ്ടത്ര ഫുഡ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുക, രാജ്യത്തുള്ള ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കൃഷി ചെയ്യുകയും ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അങ്ങനെ കൃഷിയെ വിപുലമായ രീതിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഫോക്കസസ് ഓൺ ഫുഡ് സെക്യൂരിറ്റി ത്രൂ
ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ഹൈ ഈൽഡിങ് വെറൈറ്റി ക്രോപ്പുകൾ നമ്മൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ പെസ്റ്റിസൈഡുകൾ, അതുപോലെ തന്നെ വളം, ഫെർട്ടിലൈസറുകൾ അതെല്ലാം നമ്മൾ ഉണ്ടാക്കി. അതിനെല്ലാം സബ്സിഡി കൊടുക്കാനുള്ള സംവിധാനങ്ങൾക്ക് എടുത്തു. അതുപോലെ തന്നെ MSP മെക്കാനിസം കൊണ്ടുവന്നു, മിനിമം സപ്പോർട്ടീവ് പ്രൈസ് മെക്കാനിസം. കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡ്യൂസുകൾ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസുകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് വില കിട്ടിയിട്ടില്ലെങ്കിലും അതിനെ ഒരു മിനിമം പ്രൈസ് ഗവൺമെൻറ് കൊടുക്കും എന്നുള്ള രീതിയിലേക്കുള്ള സാധനത്തെയാണ് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ലിബറലൈസേഷൻ ഇറ അത് 91 ശേഷം 2000 വരെയുള്ളൊരു കാലഘട്ടമാണ്. ഷിഫ്റ്റ് ടുവേഴ്സ് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ആൻഡ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ. അവിടെ മാർക്കറ്റിലേക്കും പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു കടന്നുകയറ്റത്തിലേക്കും ഇന്ത്യ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സബ്സിഡി പോലെയുള്ള സാധനങ്ങൾ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരു കോമ്പറ്റീഷന് ഒരു പ്രശ്നമായിരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് ആ സെക്ടറിൽ നിന്ന് സബ്സിഡി മാറ്റിയത്. മാത്രമല്ല എക്സ്പോർട്ടിന് പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും ചെയ്തു. 2010 ശേഷമാണെന്നുണ്ടെങ്കിലോ ഫാർമേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഡിജിറ്റൽ, അതായത് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഗ്രികൾച്ചർ സംവിധാനങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ക്രോപ്പ് ഇൻഷുറൻസ്, വിളകളുടെ ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതികൾ കൊണ്ടുവന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസികളെക്കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ വന്ന കുറച്ച് പോളിസികൾ, അതിലൊന്നാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്, ഗ്യാരണ്ടീഡ് പ്രൈസ് ഫോർ സർട്ടൻ ക്രോപ്സ് ടു പ്രൊട്ടക്ട് ഫാമേഴ്സ് ഫ്രം പ്രൈസ് വൊലറ്റാലിറ്റി. ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പ്രൈസ് ഗവൺമെൻറ് കൊടുക്കും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അവിടെ പ്രൈസ് സെക്യൂരിറ്റി ഉണ്ടാവും, ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവും. കാരണം ആ പ്രോഡക്റ്റ്, ക്രോപ്പുകൾ കർഷകർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് രാജ്യത്തിന് ഭക്ഷണം കിട്ടുകയും ചെയ്യും, കർഷകർക്ക് എന്ത് കിട്ടുകയും ചെയ്യും, ഒരു മിനിമം പ്രൈസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതെന്തിനാ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി എന്നുള്ള രീതിയിലാണ് സെൻട്രൽ പ്രൊക്യൂർമെൻറ്റ് ഏജൻസി ഫോർ മെയിൻറ്റെയിനിങ് ബഫർ സ്റ്റോക്സ് ആൻഡ് PDS എന്ന് പറഞ്ഞാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അത് പിന്നീട് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം ആയിരുന്നു നമ്മൾ റേഷൻ കട എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ കൂടുതലുള്ള സംവിധാനങ്ങളെ എന്ത് ചെയ്യാൻ, സ്റ്റോക്ക് ചെയ്തു വെക്കാനും, അല്ലെങ്കിൽ മിനിമം നമ്മുടെ രാജ്യത്ത് വേണ്ടുന്ന സാധനങ്ങളെ സ്റ്റോക്ക് ചെയ്തു വെക്കാനും, അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആക്കാനും ഈ പറയുന്ന FCIയുടെ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന, പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്രോപ്പ് ഇൻഷുറൻസ് പദ്ധതിയാണിത്. എഗെയിൻസ്റ്റ് ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ആ വിളകൾ നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കർഷകനെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊണ്ടുവന്ന സംവിധാനമാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന എന്ന് പറയുന്നത്. റിസ്ക് മിറ്റിഗേഷൻ, റിസ്ക് കുറയ്ക്കാനും ഇത് കർഷകർക്ക് ചേരാൻ പറ്റും, കാരണം കുറഞ്ഞ് ലോവർ പ്രീമിയം മാത്രമാണ് ഉള്ളത്. മറ്റൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്, ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് സ്കീം ഫോർ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. അതായത് ഒരു നിശ്ചിത വരുമാനത്തിന് താഴെയുള്ള ആൾക്കാർക്ക് ആനുവലി 6000 രൂപ കൊടുക്കാനുള്ളൊരു പദ്ധതി. അതുപോലെ തന്നെ ഈ പദ്ധതി എന്താണ്, നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുക, അല്ലാണ്ട് ഗവൺമെൻറ് ഏജൻസികൾ മുഖാന്തരം അങ്ങനെ കൊടുത്തു വരികയല്ല ചെയ്യുക. കർഷകന് എന്തുണ്ടാകും, ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ആ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ്. മറ്റൊന്ന്, പരമ്പരാഗത് കൃഷി വികാസ് യോജന. ഇപ്പോൾ ട്രഡീഷണലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഗ്രികൾച്ചർ ചില പ്രാക്ടീസസ് ഉണ്ട്, ആ പ്രാക്ടീസസിനെ പ്രൊമോട്ട് ചെയ്യാനും ഓർഗാനിക് ഫാമിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പദ്ധതി കൊണ്ടുവന്നത്. ഇതെല്ലാം എന്താണ്, നമ്മുടെ രാജ്യത്തുള്ള ചില ഡൊമസ്റ്റിക് ആയിട്ടുണ്ടായിരുന്ന അഗ്രികൾച്ചർ പോളിസീസാണ്. ഇത് അതിൻ്റെ ഒരു എവല്യൂഷനാണ് എന്നുള്ളത് നമുക്ക് പറയാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത 5ാമത്തെ ചോദ്യം എന്താണ്, ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ടു സ്ട്രെങ്തൻ ആൻഡ് സ്റ്റെബിലൈസ് ഫിനാൻഷ്യൽ സെക്ടർ. ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ അകത്തുണ്ടായ റിഫോമുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ അകത്ത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. കീ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെക്ടറുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. മറ്റൊന്ന്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി എന്ന് പറയുന്നതാണ്. മറ്റൊന്ന്, RBI's പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന സംവിധാനമാണ്. മറ്റൊന്ന്, അസറ്റ് ക്വാളിറ്റി റിവ്യൂ എന്ന് പറയുന്ന സംവിധാനമാണ്. എന്താണ് ബാങ്കിങ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ? എൻഹാൻസ്ഡ് ഗവേണൻസ് ഫ്രെയിംവർക്ക് ആൻഡ് റെസൊല്യൂഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ബാങ്കിങ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് ബാങ്ക് ആയിരിക്കണോ അല്ലെങ്കിൽ മാർക്കറ്റ് ആയിരിക്കണോ എന്നൊക്കെയുള്ള
ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഒരു കാലഘട്ടം വരെ അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും തീരുമാനിച്ചിരുന്ന ആരാണ്? ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അതിനകത്തൊരു പരിമിതി ഉണ്ടായിരുന്നു. നേരെ മറിച്ച് അത് മാർക്കറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഫോഴ്സസ് ആയിരിക്കും ഇൻട്രസ്റ്റ് തീരുമാനിക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത്, അതായത് ഒരു ബിസിനസ് പാപ്പരാവുകയാണെന്നുണ്ടെങ്കിൽ ആ പാപ്പരായ ബിസിനസ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് പൈസ ഈടാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതൊരു നിശ്ചിത സമയത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? പരിഹരിക്കണം എന്നുള്ള ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ടൈം ബൗണ്ട് ആയിരിക്കണം. മാത്രമല്ല ക്രെഡിറ്റർ ഇൻ കൺട്രോളിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ സാധാരണ ബിസിനസ് യൂണിറ്റുകളൊക്കെ തന്നെ എന്ത് ചെയ്യും? ലോണുകൾ എടുക്കും. ആ ലോണുകൾ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ പാപ്പരാവുക എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നത്. അപ്പോൾ ആ ലോണുകൾ തിരിച്ചടക്കാൻ പാകത്തിനുള്ള മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിലോ അവരുടെ ആസ്തികൾ വിറ്റിട്ട് ഈ പറയുന്ന രീതിയിലേക്കുള്ള തിരിച്ചടവ് എന്ത് ചെയ്യണം? പിടിച്ചെടുക്കാൻ സാധിക്കും. ഇതെല്ലാം ടൈം ബൗണ്ടായിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് RBI's പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻസ് ആണ്. ഫ്രെയിം വർക്ക് ടു അഡ്രസ് വീക്ക് ബാങ്ക്സ് ബിഫോർ ദേ ബിക്കം ക്രിട്ടിക്കലി ഇൽ. അതായത് ഈ രാജ്യത്തുള്ള എല്ലാ ബാങ്കിങ് സെക്ടർ ഇൻക്ലൂഡിങ് നമ്മളുടെ കോപ്പറേറ്റീവ് സെക്ടർ 2020 ശേഷം RBIയുടെ കൺട്രോളിലാണുള്ളത്. അപ്പോൾ ആ RBIയുടെ കൺട്രോളിലുള്ള ബാങ്കിങ്ങിൻ്റെ അകത്ത് RBIക്ക് ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു അപകടമുള്ള ബാങ്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റീവ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം കൊണ്ടുവരാനുള്ള അധികാരം എന്ത് കൊടുത്തു? RBIക്ക് കൊടുത്തു. അങ്ങനെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, അതിൻ്റെ സഹായങ്ങളൊക്കെ RBIക്ക് പ്രദാനം ചെയ്യാനും അവരുടെ ആക്ഷൻസിനെ എന്ത് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഇപ്പോൾ RBIക്ക് ഉണ്ട് എന്നുള്ളതാണ്. അസറ്റ് ക്വാളിറ്റി റിവ്യൂ എന്ന് പറയുന്നത് AQR, ട്രാൻസ്പെറൻറ്റ് റെക്കഗ്നിഷൻ ഓഫ് NPAs, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ ബാങ്കുകളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് ബാങ്കുകാർ ലോൺ കൊടുക്കും. അപ്പോൾ കടലാസിൻ്റെ അകത്ത് ബാങ്ക് അങ്ങനെ കൊടുത്ത ലോൺ എന്താണ്? ഒരു അസറ്റായിട്ട് എപ്പോഴും ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ അസറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് ട്രൂ ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റ് ആയിരിക്കില്ല, കുറച്ച് എന്താണ് റേസ്ഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റിയൽ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള NPAs കുറക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. ക്ലീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രൊവിഷനിങ്, അതായത് നമുക്ക് പൈസ അങ്ങനെ കിട്ടാത്തതുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ, കുറച്ച് നാൾ കൊണ്ട് കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ ആ ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രൊവിഷൻസ്, ചിലവുകൾ എന്നുള്ള അർത്ഥത്തിൽ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നു. ഇതാണ് ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ അകത്തുണ്ടായ കീ റിഫോമുകൾ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് ആൻഡ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഉണ്ടായത്? ഒന്ന് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നതാണ്. ഗവൺമെൻറ്റ്സ് റീക്യാപിറ്റലൈസേഷൻ പ്ലാൻ ഫോർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്ന ഒരുപാട് രീതിയിലുണ്ടായിരുന്നു. അതിനെ 4 ടയറിലേക്ക് മാറ്റണം എന്നുള്ളതും ആ 4 സംവിധാനത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന ഒരു ക്യാപിറ്റൽ ഗവൺമെൻറ് റീ അഷ്യൂർ ചെയ്യുക എന്ന് പറയുന്ന സംവിധാനത്തിനാണ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ബാങ്ക് കൺസോൾട്ടേഷൻ എന്നുള്ളതാണ്. അതായത് താരതമ്യേന വീക്കറായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ബാങ്കുകളെ എന്ത് ചെയ്യാൻ, മെർജ് ചെയ്തുകൊണ്ട് വലിയ ബാങ്കാക്കി മാറ്റുക എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഇത് മാറ്റി എന്നുള്ളതാണ്. 10 PSBs to 4 മാറ്റി. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഇൻ്റർനാഷണൽ ബാങ്ക്, രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ബാങ്കുകൾ വേണം. അതുപോലെ തന്നെ നാഷണൽ വൈഡ് ആയിട്ടുള്ള കുറേ ബാങ്കുകൾ വേണം, ലോക്കലായിട്ടുള്ള ബാങ്കുകൾ വേണം, അതുപോലെ തന്നെ റൂറൽ റീജിയണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള RRBകൾ വേണം. ഈ രീതിയിലേക്ക് ബാങ്കിങ്ങിനെ മാറ്റണം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് SBIയും അസോസിയേറ്റഡ് ബാങ്കുകളും എല്ലാം എന്തായി SBI എന്ന് പറയുന്ന ഒരൊറ്റ ബാങ്കായിട്ട് മാറിയത്. ഓൾട്ടർനേറ്റീവ് ഫിനാൻഷ്യൽ ചാനൽസ് എന്ന് പറയുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലല്ലാതെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഫിനാൻസ് ആൾക്കാർക്ക് കൊടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ സംവിധാനം തുടങ്ങി എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ പഴയ എന്താണ് ബ്ലേഡുകാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. വേണമെന്നുണ്ടെങ്കിൽ ചിറ്റ് ഫണ്ട്സിനെയൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. ഒരു ഓർഗനൈസ്ഡ് പെർവ്യൂവിൻ്റെ അകത്ത്, കൺട്രോളിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. NBFCs ആൻഡ് ഫിൻടെക് ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ ഫോൺ പേ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളിൽ ഇതെല്ലാം ഫിനാൻഷ്യൽ ടെക്നോളജി ആയിട്ടുള്ള Paytm എന്നൊക്കെ പറയുന്നത് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. റെഗുലേറ്ററി സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് ഇവരെല്ലാം നോക്കാനും കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു സ്ട്രെങ്ത്ത് ഈ പറയുന്ന എൻഹാൻസ്ഡ് സൂപ്പർവിഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ആർക്ക് കൊണ്ടുവന്നു? ഇതെല്ലാം തന്നെ RBIയുടെ പെർവ്യൂവിലാണ് കാര്യങ്ങൾ നടക്കുക. ഇതെല്ലാം സ്റ്റെബിലൈസേഷൻ മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ സാധനങ്ങളാണ്.
ആറാമത്തെ ചോദ്യം നോക്കൂ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇമ്പോർട്ടൻസ് ആൻഡ് മെയിൻ കോമ്പണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു സാധനമാണ്. എന്നാലും നമുക്കൊന്ന് അതിനെക്കുറിച്ച് പറയാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള ആദ്യം നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ആ ഭാഗങ്ങൾ എന്താണ് വിളിക്കുക? ഒന്ന് കറൻറ്റ് അക്കൗണ്ട് എന്നും മറ്റൊന്നിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കുക. കറൻറ്റ് അക്കൗണ്ടിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഒരു ഗുഡ്സ് സർവീസസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ കറൻറ്റ് അക്കൗണ്ട് എന്ന് വിളിക്കുക. അതിൻ്റെ ബാലൻസിനെയാണ് ട്രേഡ് ബാലൻസ് എന്ന് വിളിക്കുന്നത്. അവിടെ സർവീസസ് ഇൻക്ലൂഡ് ചെയ്യും, പ്രൈമറി ഇൻകവും സെക്കൻഡറി ഇൻകവും ട്രാൻസ്ഫർ ഇൻകം ഒക്കെ അവിടെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്? റെക്കോർഡ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്ന സാധനങ്ങളാണ് അവിടെ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അത് ക്യാപിറ്റൽ ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവും. വേറൊന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയുന്നതാണ്. റെക്കോർഡ് ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. FDI അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നതാണ്. ഇനി ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഹെൽത്ത് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് സൂചന നൽകും. അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി ഫോർമുലേഷനും ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മൾ രാജ്യം പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിസ്ക്കൽ മെഷേഴ്സ് കൂട്ടേണ്ടി വരും, ചിലപ്പോൾ എക്കണോമിക് ഓപ്പൺ അപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോളിസി ഫോർമുലേഷൻ BOPയുടെ അടിസ്ഥാനത്തിലുണ്ടാവുക. എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് BOPയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് വെർത്തിനെസ്, ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ നമ്മളുടെ ഒരു ക്രെഡിറ്റ് വെർത്തിനെസ്, വിശ്വസനീയത എങ്ങനെയാണ് എന്നുള്ളതും ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ട്രേഡ് പോളിസി പ്ലാൻ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ കണക്ക് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ലാസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, FDI എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും FPI എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണുള്ളത്. ആദ്യം നമുക്ക് FDI എന്താണെന്നുള്ളത് നോക്കാം. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിൻ്റെ അകത്ത് മറ്റൊരു രാജ്യത്തെ റെസിഡൻറ്റ് വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 എന്തുണ്ടാവണം? തോട്ടുകൾ ഇവർക്ക് ഉണ്ടാവണം. ഒന്ന്, മാനേജ്മെൻറ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്തുണ്ടാവും? ലാഭം കിട്ടണം എന്നുള്ളതുണ്ടാവും. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് കൺട്രോൾ, ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഡെസിഷൻ മേക്കിംഗ് ബോഡിക്കകത്ത് പാർട്ടിസിപ്പേഷൻ വേണമെന്നാണെന്നുണ്ടെങ്കിൽ 10% ക്യാപിറ്റലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അവർ സ്വാഭാവികമായിട്ട് കൊണ്ടുവരേണ്ടത്. എങ്കിൽ മാത്രമാണ് ആ ഡെസിഷൻ മേക്കിംഗ് ബോഡിക്കകത്തുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? FDI എന്ന് വിളിക്കുന്നത്. FDIക്ക് തന്നെ കുറേ തരത്തിലുള്ള ടൈപ്പുകളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ, അതുപോലെ തന്നെ വെർട്ടിക്കൽ, അതുപോലെ തന്നെ കൊഗ്ലോമറേറ്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്കതിനെ വിളിക്കാം. മാത്രമല്ല ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇപ്പോൾ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ സെയിം ബിസിനസ് ആയിരിക്കും, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സെയിം ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ബിസിനസ് ആയിരിക്കും, അതുപോലെ തന്നെ കോൺഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കും. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് FDIയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. എന്നാൽ FPI എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അവിടെ ലാഭം എന്ന് പറയുന്നതാണ് അധികവും ഫോക്കസ് ചെയ്യുക. മാത്രമല്ല ക്യാപിറ്റലിലായിരിക്കില്ല ഇൻവെസ്റ്റ്മെൻറ്റ് അധികം നടത്തുക, അതായത് ഇക്വിറ്റിയിലായിരിക്കില്ല, ഡെറ്റിലായിരിക്കും നടത്തുക. FDI ആണെന്നുണ്ടെങ്കിൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി അഥവാ ക്യാപിറ്റലിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. കാരണം എന്താണ്? അവിടെ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസിങ് അല്ല, നമുക്ക് ലാഭം കിട്ടണം എന്നുള്ളത് മാത്രമാണ് ഫോക്കസിങ്. അതുകൊണ്ട് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലായിരിക്കും അവിടെ എന്ത് ചെയ്യുക? കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇക്വിറ്റിയിലും ഉണ്ടാവും, ഡെറ്റിലാണ് കുറച്ചും കൂടി അധികം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. അതിനാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇത് നേരത്തെ പറഞ്ഞ ക്യാപിറ്റലിനേക്കാളും 10% താഴെയായിരിക്കും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് FDI ആയിട്ട് മാറും. അപ്പോൾ ഏതെല്ലാം ടൈപ്പിലുള്ള FPIയിലുണ്ട്? ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുണ്ട്, ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാലോ, ഡിഫറൻസ് കൺട്രോളിൻ്റെ കാര്യത്തിൽ FPIയോ അവർക്ക് കൺട്രോൾ ആവശ്യമില്ല. ലിക്വിഡിറ്റി, ഏറ്റവും പെട്ടെന്ന് പൈസയാക്കാൻ പറ്റുന്നത്, അത് ഇക്വിറ്റി ആയതുകൊണ്ട് FDIക്ക് കുറച്ച് ലോ ആണ്. എന്നാൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് FPIക്ക് എന്താണ്? പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് ഹൈ ആണ്. ഡ്യൂറേഷൻ, ഇത് ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ളതാണ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് താരതമ്യേന ഡെറ്റ് ഇക്വിറ്റിയിലൊക്കെ ആയതുകൊണ്ടും മാത്രമല്ല ലാഭം മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടും അവരെന്തിനായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അവർ
ഷോർട്ട് ടേമിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതെല്ലാമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പാരിസൺ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ 7 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആ 7 ചോദ്യങ്ങൾക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇതെല്ലാം നമ്മളുടെ ക്ലാസ്സുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഫൈനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു വിഷയവുമായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.